ശിവരാത്രിയെ വരവേൽക്കാനായി ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ശിവരാത്രി മഹോത്സവം നടക്കുന്നത് ആലുവ മണപ്പുറത്താണ്. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാണ് ഇവിടുത്തെ ബലിതർപ്പണം. ഏകദേശം 116 ബലിത്തറകളാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. തിരുവനി ആലുവ മണപ്പുറത്തെ ബലിതർപ്പണമാണ് അറിയപ്പെടുന്ന ശിവരാത്രി ദിനത്തെ അറിയപ്പെടുന്ന ബലിതർപ്പണം എന്ന് പറഞ്ഞാൽ ആലുവ മണപ്പുറത്തെ ബലിത്തറയാണ്. പിന്നെ ഇതേപോലെ തന്നെ പുഴുവായിക്കുളങ്ങരയുണ്ട്, കുറച്ച് പട്ടശ്ശേരി, അങ്ങനെ കുറെ സ്ഥലങ്ങൾ, പാവനാശിനി, അങ്ങനെ കുറെ ക്ഷേത്രം. ഏറ്റവും പുണ്യ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ മണപ്പുറമാണ്. ആലുവ മണപ്പുറത്തെ ബലിതർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും കേരളത്തിന് വെളിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലും ജനങ്ങൾ. ഇപ്പം ഞങ്ങൾ രാത്രി ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ജനങ്ങളെ വെളിയിടിപ്പിച്ചത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ മണപ്പുറം എന്ന് പറഞ്ഞ ശിവക്ഷേത്രം, ഇവിടെ ഗുരുദേവൻ വന്നിരിക്കുന്ന അദ്വൈത ആശ്രമം എല്ലാം കൂടിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 100 ശതാബ്ദങ്ങളുടെ ഇതുണ്ടെന്നാണ് ഹിന്ദു സങ്കല്പത്തിൽ പറയുന്നത്. 100 ശതാബ്ദങ്ങളുടെ ഇതുണ്ടെന്നാണ് ഇത്. നമ്മൾ ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം നടത്തുമ്പോൾ ശിവഗോത്രം എന്ന് പറയുന്ന ഇതാണ്. ശിവഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ സങ്കല്പമുള്ള ഇതാണ് ആലുവ മണപ്പുറം. അപ്പൊ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ 100 പിതൃക്കൾക്കുള്ള ഇത് കിട്ടും, 100 സങ്കല്പങ്ങളുടെ പിതൃക്കൾക്കുള്ള ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും നല്ല പുണ്യമായിട്ടുള്ളത്. ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനസങ്കല്പങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ബലിതർപ്പണം നടത്താനായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആലുവ മണപ്പുറം മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ ഇത്. എത്ര വർഷമായിട്ട് ആലുവ മണപ്പുറത്ത്? ഞാൻ എൻ്റെ വീട് നെയ്യാറ്റിൻകരയാണ്, അരുവിപ്പുറത്ത് എന്നുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ എൻ്റെ 15 വയസ്സിൽ മുതലാണ്, 35 വർഷം ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 നമ്മൾ സാധാരണ ഒരു ബലിതർപ്പണം നടത്തുന്ന 7 സംവത്സരമാണ്, 7 തലമുറയിൽപ്പെട്ട ആൾക്ക്. പക്ഷേ ആലുവ മണപ്പുറത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള ഒരു സംരംഭമായതുകൊണ്ടും 100 വർഷത്തെ 100 സംവത്സരം ഉള്ള ആൾക്കാർക്ക് പുണ്യസ്നാനം ചെയ്യും, പുണ്യം കിട്ടും എന്നാണ് എൻ്റെ ഐതിഹ്യം. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ശിവരാത്രി മണപ്പുറത്ത് ചെയ്താലാണ് അന്നൊരു സമാധാനം, നല്ലൊരു ഇതാണ്, അനുഗ്രഹമാണ് അത് ചെയ്തുകൊണ്ട് വരുന്നത്. ഒരു കല്യാണം ഒരു 10-20 വയസ്സായപ്പോൾ തുടങ്ങി ഇവിടെ വരുന്നുണ്ട്. ഒരേ കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് തർപ്പണം ചെയ്യും. നല്ലൊരു അനുഭവമാണ്. ഈ ബലിതർപ്പണം എന്ന് പറയുന്നത് പൂർവ പിതാക്കന്മാർക്ക് ചെയ്യുന്ന ഒരു ദൗത്യമാണ്. അത് ആത്മാവിന് മരണമില്ല. ഉടലുകൾ, നമ്മൾ ഈ ഉടലെടുത്ത് വന്നത് പിന്നെ മാത്രമേ നാശമുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ സത്ത് എന്ന് പറയുന്നത് ശിവമാണ്. ആ ശിവ തേജസ്സിൽ നിന്നാണ് ഈ പ്രകൃതിയും പുരുഷനും. അപ്പോൾ അത് സംഗമിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. 1, 2, 2, 4 അപ്പോൾ ശിവകുടുംബം അങ്ങനെ പെറ്റി പെരുകിയതാണ് ഈ പ്രപഞ്ചം. അതിൻ്റെ ഏകം പരബ്രഹ്മം എന്ന് പറയുന്ന ആ സത്തിൽ ഇരുളും വെളിച്ചവും, ദേവന്മാരും അസുരന്മാരും ഇങ്ങനെ ഇത് പാലാഴി കളയുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഇത് അമൃത് ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ച സമയത്ത് ദേവന്മാരും അസുരന്മാരുമായിട്ട് പാലാഴി കടഞ്ഞാണ് അമൃത് വീണ്ടെടുത്തത്. ആ അമൃത് വീണ്ടെടുക്കുന്ന സമയത്ത് കാളകുടം വിഷം ഈ വാസുകിയിൽ നിന്ന് വന്നപ്പോൾ മഹാദേവനാണത് ഭൂമിയിൽ വീണാൽ അത് പ്രപഞ്ചം നശിക്കും. അതുകൊണ്ട് അദ്ദേഹം പാനം ചെയ്തു. പാനം ചെയ്തപ്പോഴാണ് പ്രകൃതി ദേവിയായ പരാശക്തി കരുത്തിൽ കയറി പിടിച്ചതുകൊണ്ട് ആ ഭഗവത് ചൈതന്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന പേര്. അങ്ങനെ ദേവാദിദേവനായ ആ ശിവൻ ഒരു ദിവസത്തേക്ക് ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത മരണ അവസ്ഥ വന്നു. അതിനെ സ്മരിച്ചുകൊണ്ടാണ് ശിവരാത്രി. എല്ലാവരും ശിവൻ ഒരു രാത്രി ഉണ്ടായത് ശിവരാത്രി എന്നാണ്. ആ രാത്രി ഭാവത്തെ തിരിച്ച് പ്രകാശരൂപേണ വരുന്നതിന് വേണ്ടി
നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ആത്മാവിന് ഗതി കിട്ടാതെ നിൽക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് ഉടലെടുത്ത് നമ്മളെപ്പോലെ നിൽക്കുന്ന സമകാലികർ ബലിയിടുന്നത്. ഇത് യുഗങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഇന്ന് നമ്മളാണെങ്കിൽ നാളെ നമ്മുടെ പിൻതലമുറക്കാരാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ലോകത്ത് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൗത്യമാണ്. നമ്മുടെ പിതൃപരമ്പരയിൽപ്പെട്ടവരെ സ്മരിച്ചുകൊണ്ട് ഒരു ബലികർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങ് എത്ര വർഷമായിട്ട് ബലികർമ്മത്തിന് 52 വർഷം കൊണ്ട് ഇത് ഇന്ന് ശബരിമല, ഇവിടെ തൃക്കുന്നപ്പുഴ, ഇത് തിരുവല്ലം, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പിതൃകർമ്മം ചെയ്യുന്നതിന് ഒരു നിയോഗം ഉണ്ടായി. ഓരോരുത്തർക്കും ഉടലെടുത്ത് വന്ന ഓരോ ദൗത്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ദൗത്യമാണ് സർവശക്തി എൻ്റെ പ്രേരണയിൽ. നമ്മുടെ ഉള്ളിലെല്ലാം ഈശ്വര ചൈതന്യം ഇരിക്കുന്നുണ്ട്. ശിവരാത്രി ഓർമ്മകളെ പറ്റി എന്തെങ്കിലും ഒന്ന്? നമ്മളെല്ലാ വർഷവും വ്രതം എടുക്കും, ഉറക്കവിളച്ചങ്ങനെ ഇരിക്കും. പിന്നെ പ്രായമായപ്പം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, മരുന്നിൻ്റെ ഇതായതുകൊണ്ട് അങ്ങനെയൊക്കെ നല്ല വ്രതം എടുത്ത് നമ്മളങ്ങനെ ഭഗവാന് സങ്കല്പിച്ച എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഐശ്വര്യങ്ങളും സന്തോഷവും ഗുണവും എൻ്റെ കുടുംബത്തിന് ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മക്കളെല്ലാം നല്ല, ഭർത്താവ് നല്ല, എല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്നു. ഞങ്ങൾ സന്തോഷം, സമാധാനം. ഞങ്ങൾ ചേർത്തലയിൽ നിന്ന് വരുവാണ്. അപ്പോൾ മരിച്ചു ഞങ്ങളുടെ കൊച്ചന് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അതല്ലാതെ പിതൃക്കൾക്ക് എല്ലാവർക്കും കൂടെ ചേർത്തിട്ട് ബലിയിടാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളങ്ങനെ എല്ലാ വർഷവും വരാറില്ല. ഇതിനു മുമ്പ് 1-2 തവണ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണ എല്ലാവരും കൂടെ ഫാമിലിയോടക്കം വന്ന് ഇവിടെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. ഞങ്ങൾ രാവിലെ പോന്നു, ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, ചെയ്യാൻ പോകുന്നു. 1950 മുതൽ ഇവിടെ ഞാൻ തൊഴാൻ വരും. അന്ന് ഇത്രയധികം തിരക്കില്ല. നമ്മൾ രാവിലെ വേഗം വന്ന് തൊഴുതു പോകും. തിരക്ക് കൂടുതലാണ്. രാവിലെ വരും, പരമാവധി വേഗം തൊഴുതു പോകും. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആലുവ. നമ്മൾ സ്വന്തം സ്ഥലം കണ്ണൂരാ, താമസിക്കുന്ന ആലുവ. അപ്പൊ ഇവിടെ നമ്മൾ താമസിക്കുന്നു കോമ്പാറ. എല്ലാ വർഷവും വരാറുണ്ട് തൊഴാൻ. പഴയ ശിവരാത്രികളെ പറ്റിയൊന്ന് പറയാമോ? പഴയ ശിവരാത്രി ഇതിനേക്കാളും പറഞ്ഞ് ഇപ്പം നല്ല ആൾ കൂടി. മുമ്പത്ര തിരക്കുണ്ടായില്ല. അതുപോലെ തോണിയിൽ വരുന്ന നല്ലൊരു അനുഭവമായിരുന്നു. ഇപ്പോൾ അത് തോണി ഇല്ലാത്തതുകൊണ്ട് അത്ര അനുഭവമില്ല. പല നല്ല സൗകര്യമായിരുന്നു. എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മ പറയുകയാണെങ്കിൽ മണലും നല്ല എന്താ പറയുക, നല്ലൊരു ഇതിനേക്കാൾ നല്ല വൈഫായിരുന്നു. പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല, അത്രയ്ക്ക് നല്ലൊരു ഇതായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഇവിടെ തന്നെയാണ് വീട്? എന്റെ ഇവിടെ ആലുവപ്പുറത്ത് തന്നെയാണ് വീട്. ഇപ്പോ ആള് തിരക്ക് കൂടുതലുണ്ടോ? പണ്ടത്തെ തിരക്കിനേക്കാൾ അപേക്ഷിച്ച് ഇപ്പൊ കുറവാണ്. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു സൂചി ഇടാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല, അതിനു വേണ്ടി തിരക്കായിരുന്നു. പക്ഷെ ഇപ്പൊ തിരക്ക് കുറവാണ്. എങ്കിലും മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ തിരക്കാണ്, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തിരക്ക് കുറവാണ്. എത്ര വർഷമായിട്ട് ബലിതർപ്പണം നടത്തുന്നുണ്ട്? ബലിതർപ്പണം 2 മാസമായിട്ടുള്ളത്. അച്ഛനമ്മയും മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം കൃത്താകുഞ്ഞു. അപ്പൊ ഞങ്ങള് ബലിയിടാൻ വേണ്ടി ഇവിടെ വന്നേക്കണതാണ്. ഞങ്ങളിവിടെ ജനിച്ചു വന്നിട്ട് 50-51 വർഷത്തോളായി. ഇവിടെ തന്നെ ഞങ്ങളുടെ വീട്. ഞാൻ 8-9 വർഷമായി ഞാനിവിടെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബലിതർപ്പണം നടത്തുന്നുണ്ട്. മനസ്സിന് സന്തോഷം, സമാധാനം. അപ്പൊ ഈ ശവം എടുത്തവരെല്ലാം ശിവഗണങ്ങളാണ്. ആ ശിവം ഇറങ്ങിപ്പോയ ശവം വീഴും. നമ്മൾ സാധാരണ ജനങ്ങൾ അഹങ്കാര ഭാവത്തിൽ നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ വന്നതിൻ്റെ ജീവന്റെ പൊരുള് ജീവാത്മാവാണ്, അത് ഉള്ളിലിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ കാട്ടിത്തരാൻ മനസ്സിൻ്റെ നമ്മൾ ഓരോരുത്തരും ശിവഗണങ്ങളാണ്, ശിവ തേജസ്സാണ്. അത് നമ്മുടെ ഈ ബ്രഹ്മാമൃത കലശത്തിൽ തന്നെ ഈ ചൈതന്യമുണ്ട്. ഇത് നമ്മുടെ ആയുസിൻ്റെ നാഥനെന്ന് പറഞ്ഞ് സാക്ഷിയായിട്ട് നിൽക്കുന്ന അത് ഇറങ്ങിപ്പോയാൽ പിന്നെ ഞാനില്ല, നമ്മളില്ല. അപ്പോൾ ഈ നമ്മളായിട്ടൊക്കെ ഇങ്ങനെ നേരം വെളുത്തിട്ട് നമ്മൾ ഉറങ്ങുന്ന നിമിഷം വരെ ഈ ജാഗ്രത അവസ്ഥയെ കാണുന്ന ഈ പല രൂപങ്ങൾ, പക്ഷി മൃഗാദികൾ, സസ്യലതാദികൾ, നമ്മുടെ സമകാലികരെല്ലാം
ഈശ്വര ചൈതന്യങ്ങളാണെന്നാണ് ഈ സനാതന മതം പറയുന്നത്. ആ സനാതനം എന്ന് പറയുന്ന അരൂപമാണ്. ആ സാക്ഷിയാണ് എല്ലാ ജീവൻ്റെയും പൊരുള്. ആ സാക്ഷി ആയ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചിലപ്പോൾ കർമ്മദോഷം കൊണ്ട് അവരുടെ ആത്മാവിന് സൽഗതി കിട്ടാതെ അലയുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മളെ സന്തതി പരമ്പരകൾക്ക് ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരും. നമ്മൾ ഭൗതിക സമ്പത്ത് തന്നെ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ നമുക്ക് തന്നാലേ നമുക്ക് കയറി കിടക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഒരു സൽഗതി പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നതിന് ഒരു വിളിച്ച് ആവാഹിച്ച് അവർക്ക് തൃപ്തി കൊടുത്ത് ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ വിടുമ്പോൾ അവർക്ക് സൽഗതി കിട്ടുമ്പോൾ നമ്മുടെ സന്തതി പരമ്പരകൾക്ക് അതിൻ്റെ ഓറ തെളിഞ്ഞ് അവർ ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങൾക്ക് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അരൂപമാണ്. അത് ഈശ്വര അനുഗ്രഹം ഗുരുകൃപയെന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ കാണും പോലെയല്ല. ഈ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്ന ഈ പ്രാണവായുവിനെ പോലും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഈശ്വരൻ ഉണ്ട്. അത് ഈ ബ്രഹ്മവിചാരമൊക്കെ ചെയ്യുന്നവർക്ക് സ്വയം ജ്യോതി കാണാനും അങ്ങനെ അനുഭവം ആത്മാനുഭവം വന്നു കഴിഞ്ഞാൽ ഈ ഉടലിൽ നിന്ന് പോലും ഞാൻ ഒരിക്കൽ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നവനാണ് കൊറോണ ടൈമിൽ. അപ്പോൾ നമ്മളെ ഉടൽ വിട്ട് പോകുന്ന ഗുരുക്കന്മാരൊക്കെ ജന്മം കൊണ്ട ഒരു ഗർഭപാത്രമാണ് നമ്മുടെ ഭാരതം. അനേകായിരം ഋഷീശ്വരന്മാർക്ക് ഇത് ഇവിടെ ജനിക്കാൻ ഒരവസരം കിട്ടി. നമ്മൾ തന്നെ ഈ ഭാരതത്തിൽ ജനിച്ചിട്ട് നമ്മളതിൻ്റെ മഹത്വം അറിയുന്നില്ല. ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവ് എന്താണ്, അമ്മ എന്താണ്, അച്ഛൻ എന്താണ്, ഇതൊന്നും ആരെയും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിന് മൂല്യം. സത്സംഗം എന്താണെന്നറിയില്ല, ബോധവൽക്കരണം എന്താണെന്നറിയില്ല, സംശയ നിവാരണം എന്താണെന്നറിയില്ല. മരിച്ചതിന് ശേഷം വാക്യരി ഇടുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാ ഗുരു ദൈവം ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് കാണണമെങ്കിൽ നിരാശയ്ക്കോ വിഷാദത്തിനോ ഭയത്തിനോ അവൻ്റെ അച്ഛനെയോ അമ്മയോ ആഗ്രഹങ്ങൾക്കോ ഈ മുമ്പിൽ നിൽക്കുന്നവരെ മഹത്വം അറിയില്ല. ഈ ലോകം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ സ്വരൂപങ്ങളാണ്. ഇത് തിരിച്ചറിഞ്ഞവർ ആരോടും പിണങ്ങുന്നില്ല. ഇത് മതം വളർത്തലല്ല, ഇത് മനപരിവർത്തനത്തിലൂടെ അവൻ സ്വയം ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങനെ ജീവിക്കണമെന്ന് കുട്ടികൾ അറിയാത്തത് കൊണ്ടാണ് പിണങ്ങാനും വെട്ടാനും കുത്താനും ജീവിക്കുന്നത്. അപ്പം അസുരഭാവം ആണ് ഈ കലിയുഗത്തിൽ കൂടുതലും. അതെന്തെന്ന് കേട്ടാൽ സ്വയം അറിയില്ല, ഞാൻ ആരാണെന്നറിയില്ല, എൻ്റെ അച്ഛൻ ആരാണെന്നറിയില്ല, ജീവൻ്റെ പൊരുൾ ഇത് ജീവിച്ചിരിക്കുന്നതെന്ന് എന്തിറങ്ങിപ്പോയാൽ മരണപ്പെടുന്നു. ആ മരിക്കാതെ ഇരിക്കുന്ന സാധനമാണ് അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പം ആത്മാവുണ്ട്, ശരീരങ്ങളെ മരിക്കുന്നുള്ളൂ. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരും നമ്മളെപ്പോലെ ഇതേപോലെ സ്വരൂപം എടുത്തു വന്നവരാണ്. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇന്ന് നമ്മളേലാണ് ഭഗവാൻ ഈ വരും തലമുറയ്ക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കാൻ ഒരവസരം തന്നത്. വരും തലമുറയും അനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൗത്യമാണ്. ജന്മം തന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പിറവിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ സ്വരൂപം എടുത്തു. അവരിൽ നിന്ന് എന്തെങ്കിലും പാളിച്ച എന്നിൽ നിന്നുണ്ടായെങ്കിൽ അതെല്ലാം പരിഹരിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണേ, എൻ്റെ പൂർവ്വ പിതാക്കന്മാർക്ക് ആത്മശാന്തി കിട്ടണേ എന്ന ജഗദീശ്വരന് അല്ലെങ്കിൽ പുരുഷനായിരിക്കുന്ന മഹാദേവനെ സാക്ഷി നിർത്തി ചെയ്യുന്ന ഒരു മഹനീയ കർമ്മമാണ് ശിവരാത്രി നാളിൽ ചെയ്യുന്ന ഈ പുണ്യമായ കർമ്മം. അത് മഹാദേവൻ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു വിശ്വനാഥൻ എന്നാണ് ഈ ഉള്ളവൻ്റെ എളിയ അനുഭവം. അങ്ങയുടെ അറിവുകൾക്ക് ഒരുപാട് നന്ദി.
ആയുരാരോഗ്യ വർത്തനം പ്രകാശായ ദീപജ്യോതി